തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിയായ പെൺകുട്ടിയെ വിശാഖപട്ടണത്തെ CWC കേന്ദ്രത്തിൽ സ്വീകരിച്ചു. കഴക്കൂട്ടം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടിയെ ഏറ്റുവാങ്ങിയത്. കലാസമിതി ഓഫീസിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച ശേഷമായിരിക്കും സംഘം പുറപ്പെടുക. വിവരങ്ങളുമായി വിശാഖപട്ടണത്ത് നിന്ന് പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തായാലും ഇവിടെ നിന്ന് പോയ അന്വേഷണ സംഘം ഈ കുട്ടിയെ ഏറ്റുവാങ്ങി എന്ന് മനസ്സിലാകുന്നു. എപ്പോഴാണ് നാട്ടിലേക്കുള്ള മടക്കം? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, നിലവിൽ അവർ ഭക്ഷണശേഷം ഇവിടെ നിന്ന് വിജയവാഡയ്ക്കുള്ള വാഹനത്തിൽ വിജയവാഡയിലേക്ക് മടങ്ങും. അവിടെ നിന്നും ട്രെയിനിൽ, കേരള എക്സ്പ്രസ് ട്രെയിനിൽ നാട്ടിലേക്ക് മടങ്ങും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അല്പം മുമ്പാണ് ഈ CWC കേന്ദ്രത്തിൽ നിന്ന് കേരള പോലീസ് സംഘം പെൺകുട്ടിയെ ഏറ്റുവാങ്ങിയത്. തുടർന്ന് വാഹനത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനായി കേരള സമഗ്രത്തിന്റെ ഓഫീസിലേക്ക് പോയി. അവിടെ നിന്ന് ഭക്ഷണത്തിന് ശേഷം അവർ കേരളത്തിലേക്ക് മടങ്ങുമെന്നുള്ളതാണ്. എന്തായാലും ദിവസങ്ങൾ നീണ്ടു നിന്നൊരു ഒരു ആശങ്കയ്ക്കും എല്ലാത്തിനും ഒടുവിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. പിന്നീട് കേരള പോലീസ് SP പെൺകുട്ടിയെ സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ പൂർത്തിയാക്കി. അതിനുശേഷം ഇന്ന് രാവിലെയോടെ ഒരു 10 മണിയോടെയാണ് സംഘം CWC സെന്ററിൽ എത്തിയത്. അതിനുശേഷം കുട്ടിയെ അവർ ഏറ്റുവാങ്ങി. തുടർന്ന് കുട്ടിയുമായി പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടാകും. എന്തായാലും ആ കുട്ടിക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി നൽകി. വളരെ ആശങ്കയോടെയൊക്കെയാണ് വന്നത്. കാരണം പെട്ടെന്ന് മാധ്യമങ്ങളെല്ലാം കൂടെ കണ്ടപ്പോഴേക്കും അവൾ ആകെ ഞെട്ടിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോലീസുകാരുടെ കയ്യിൽ അമർത്തിച്ചിരിക്കുന്നതായി പോലീസുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു. അല്പം പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടിയുമായി ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നു. നാളെ അവിടെ കുട്ടി കുട്ടിയുമായി എത്തും. അതിനുശേഷം ഏറെ വൈകുകയാണെങ്കിൽ CWC കൈമാറും, അല്ലെങ്കിൽ JJ ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് CWC കൈമാറും. തുടർന്ന് കൗൺസിലിംഗിനൊക്കെ ശേഷമായിരിക്കും JJ ബോർഡിന്റെ ഒക്കെ തീരുമാനം അനുസരിച്ചായിരിക്കും ഈ കുട്ടിയെ ആർക്ക് കൈമാറണം എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം. ശരി.